ഇപ്പോൾ സുബഹിയുടെ സമയമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് സുബഹി പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇത് നമ്മുടെ ടൗണിലുള്ള നമ്മുടെ റൂമാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ഫാമിൻ്റെ അടുത്ത് നമ്മുടെ റൂമെല്ലാം ഉണ്ട്. അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. നമുക്ക് അന്ന് പറഞ്ഞതുപോലെ 3 മണിക്കൂർ കറണ്ടുകളും എല്ലാം ഉള്ള ഒരു പിന്നെ വളരെ കറണ്ടില്ലാത്ത ഇവിടെ 90% ഔട്ട് ഏരിയകളിലേക്ക് കറണ്ടിൻ്റെ കാര്യം വലിയ പ്രശ്നമാണ്. ഇതെല്ലാം കുഴപ്പമില്ലാത്ത ഏരിയയാണ്. വൃത്തിയും എല്ലാ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. മറ്റ് പ്രദേശങ്ങളെല്ലാം ആടും മാടും എല്ലാം ആയിരിക്കും. നമുക്ക് കൂടുതൽ വിശദമായി പറയാം. നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ വീട്. ദാവൂദ് ബായെല്ലാം നല്ല ഉറക്കത്തിലാണ്. ഇവിടെ പാചകങ്ങളൊന്നുമില്ല. കാരണം 80-90% വെളിയിൽ ചന്തയും മാർക്കറ്റും എല്ലാം ആയിരിക്കും. അങ്ങനെ രാവിലെ നമ്മൾ ആടുകളെടുക്കാൻ വേണ്ടി ഫീൽഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഞാൻ, അഷ്കർ, നമ്മുടെ അഷ്റഫ് കുർത്തി അൽനിയാവാണ്. എന്താ ഈ മഴയെല്ലാം പെയ്തിട്ട് നല്ല ഇത് കടലയുടെ നമ്മളെ കപ്പലണ്ടി എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. മഴ ഉണ്ട്. ഇപ്പോൾ കേരളം പോലെ തന്നെ നല്ല എപ്പോഴും മഴയും ഇതെല്ലാം. ഇവിടെ 4 മാസം മഴ, 4 മാസം തണുപ്പ്, 4 മാസം ചൂട്. 4 മാസം മഴയല്ല പറയുമ്പോൾ ഒരു ഇതിന്. അപ്പോൾ നമുക്ക് ഫീൽഡിലെ ആടുകളെല്ലാം നോക്കാം. ആട് നോക്കാൻ വേണ്ടി പോയാണ്. ആട് കിടക്കുന്നു. ഇതെല്ലാം തൊഴുത്തുകളാണ്. പശുവിൻ്റെയും ചെമ്മരിയാടും ആടും എല്ലാം നമുക്ക് ചന്തയിൽ നിന്ന് കിട്ടൂല. ചന്തയിൽ വില കൂടുതലായിരിക്കും, വില കുറഞ്ഞ് നിൽക്കും. അപ്പോൾ കൂടുതലും നമ്മൾ ഫീൽഡുകളിൽ നിന്നാണ് എടുക്കുന്നത്. ഫീൽഡുകളിലാകുമ്പം ആടുകൾ വില കുറച്ച് നമുക്ക് കിട്ടും. വില കുറവ് എന്ന് പറയുമ്പോൾ നല്ല വലിയ വില കുറവിൽ കിട്ടൂല. മീറ്റിന് 400 രൂപ 450 കിട്ടുന്നില്ല. എല്ലായിടത്തും ആളുകൾ വളർത്തുന്നത് കഷ്ടപ്പെട്ട് തന്നെ അങ്ങനെ വളർത്തുന്നതുകൊണ്ട് തന്നെ വില കുറച്ചവർ തരാൻ വേണ്ടി നിൽക്കില്ല. ഇത് ചെമ്മരിയുടെ ആടുകളാണ്. ചെമ്മരി ആടുകൾ കാശ്മീർ അവിടെയെല്ലാം കൂടുതലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. നമ്മളെ ഫാമിൽ കൂടുതലും ആളുകൾ വന്ന് കൂടുതലും തമിഴ്നാടും അങ്ങനെ ആന്ധ്ര ആ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടി എടുത്തിടുന്നതാണ് ഇതെല്ലാം. നല്ല ആടുകളാണ്. നല്ല ഗ്രോത്തും ഇറച്ചിയെല്ലാം നല്ല ഉള്ള ആടുകളാണ്. നമ്മളവിടെ ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു. റേറ്റ് കൂടുതലായിരുന്നു വിൽപ്പന. അതിൻ്റെ വ്യത്യാസമുണ്ട്. എന്തായാലും ഇതിൽ പറയുന്നില്ല. ഇത് ആടുകളെ വളർത്തുന്നത് കണ്ടോ. ചെമ്മരി ആടുകളെല്ലാം ഇതുപോലെ നമുക്കവിടെ ഉണ്ടെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ വലിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഷെഡ് മതി. പിന്നെ ഒരാൾ തൊട്ടടുത്തുണ്ടാവണം. അങ്ങനെയെല്ലാം വളർത്താൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് ചെമ്മരിയാട് വളർത്തൽ.
നമ്മുടെ കോലാടും ചെമ്മരിയാടും വെച്ച് നോക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെമ്മരിയാടുകളാണ്. നമ്മൾ കേരളത്തിലെ ആളുകൾ വളരെ കുറവെന്നേ ഉള്ളൂ. ഒരു ചെറിയ ഷെഡിൽ കിടക്കുന്ന ചെമ്മരിയാടുകളുണ്ടോ? ചെമ്മരിയാടുകൾ കൂട്ടത്തിൽ നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരാൾ പോയാൽ ഇങ്ങനെ വഴി. നമ്മളെ ഈ താറാവിനെ പോലെയാണ് ഈ ചെമ്മരിയാടുകൾ. നമ്മൾ ആട് വാങ്ങാൻ വേണ്ടി ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഈ ആടുകൾ വാങ്ങൽ അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ ആട് വളർത്തൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പൈസ സമ്പാദിക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ആട് വളർത്താൻ വേണ്ടി ഇറങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. ബുദ്ധിമുട്ടി കൂടുതൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ബുദ്ധിമുട്ടാതെ പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങരുത്. അത് കച്ചവടത്തിനായാലും ശരി, ആട് കച്ചവടത്തിനായാലും ശരി, ആട് വളർത്തലിനായാലും ശരി, എല്ലാം പ്രത്യേകിച്ച് നമ്മൾ യാത്രകൾ, അതുപോലെ നമ്മളെ ഭക്ഷണങ്ങൾ. അതിപ്പോൾ ആടുകൾ വാങ്ങിയിട്ടാലും ചില സമയത്ത് ആടുകൾ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ ധൈര്യം ഉണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആട് വളർത്തൽ പറ്റില്ല. വേറൊരു ബിസിനസ് മേഖല പോലെ അല്ല, വേറെ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു മേഖല പോലെ അല്ല ആട് കൃഷി. അല്ല, കൃഷികൾ പൊതുവേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആട് നമ്മുടെ വീട്ടിൻ്റെ പുറകെ ഒരു 10 ആട് വാങ്ങിയിട്ടാലോ, നമുക്ക് ശരിക്കും സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലത്ത് വാങ്ങിയിട്ടാലോ ഈ ആടുകൾ പെറ്റി പെരുകി ഫസ്റ്റ് സമയത്ത് ഒരു 6 മാസം വരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഈ ആടുകൾ പെറ്റി കഴുകി വരുമ്പോഴേക്കും നമുക്ക് എന്താവും, കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. അത് പിന്നെ കാലാകാലം ഉണ്ടാവും. നമുക്ക് 2 വർഷമോ 3 വർഷം കൊണ്ട് നിൽക്കുന്നതല്ല, 10 വർഷമാകുമ്പോൾ അതിൻ്റെ എണ്ണങ്ങൾ കൂടും. ആടുകൾ നല്ല പരിപാലിക്കുകയാണെങ്കിൽ ഇന്നത്തെ വിലയ്ക്ക് ആടുകൾ വളരെ ലാഭകരമാണ്. നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ അവസ്ഥകൾ അറിയാൻ പറ്റും. ആട് എത്രത്തോളം ആളുകൾ വളർത്തുന്നു, ആടുകൾ എത്ര കുറയുന്നു, ആടുകളുടെ റേറ്റുകൾ എന്തുമാത്രം വ്യത്യാസങ്ങൾ വരുന്നു എന്നും. തീർച്ചയായും നിങ്ങൾക്ക് ആട് വളർത്തൽ തുടങ്ങുക. വമ്പൻ ലാഭം വരുന്ന ഒരു അവസരങ്ങളാണ് വരാനുള്ളത്. ആളുകൾക്ക് ആടുകളുടെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും തുടങ്ങുക എന്ന് മാത്രമേ പറയുള്ളൂ. നമുക്ക് അഷ്കൻ്റെ ഡയലോഗ് കേൾക്കാം. ചെമ്മരിക്കുട്ടി